അഖില എത്തിച്ചെന്നാ മതിയല്ലോ. മതി. എനിക്കെന്ത് തരും? വീട്ടിൽ പോയിട്ട് വാപ്പയും ഉമ്മയായിട്ട് ആലോചനയ്ക്ക് ശേഷം ഞാൻ വരും. അപ്പൊ ഒരു മറുപടി പറഞ്ഞാൽ മതി. ഉമ്മ പറയുന്ന പോലെ നടക്കൂ. ഉമ്മയും ഞാനും ഫ്രണ്ട്സിനെ പോലെയാ. വാപ്പയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ ആമിനാന്നോ ഐഷാന്നോ പേരൊന്ന് മാറ്റേണ്ടി വന്നാല് വിരോധം ഉണ്ടാവില്ലല്ലോ. ഗൗരിക്കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ഞാൻ അങ്ങോട്ട് പേര് മാറ്റാം. വരൂ. എങ്ങടാ മാഷേ? ഞങ്ങളിതാ പുഴയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അതിനിത്ര ചുറ്റി വളഞ്ഞു വരേണ്ട കാര്യമില്ലല്ലോ. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ പുഴയായില്ലേ. ഓ, എനിക്ക് വഴി പരിചയമില്ലാത്തോണ്ട്. വഴി പരിചയമില്ലെങ്കിൽ ഇവിടെ വെറുതെ നിന്ന് ചുറ്റി തിരിയണ്ട. അത് ഈ പെണ്ണിനെയും കൊണ്ട് വരി, ഞങ്ങള് വീട്ടിൽ കൊണ്ടാക്കാം. നാട് മോശാ, അതുകൊണ്ടാ പറയണത്. ഒരി നിനക്ക് പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നില്ലേ കഴുതേ? നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ ഇതാ പുഴക്കര രത്തിനേരെ എന്നിട്ട് വന്നോളാം. വഴിയൊക്കെ എനിക്കിപ്പോ നിശ്ചയമുണ്ട്. പറഞ്ഞതനുസരിച്ചോളി. നടക്കടി. എന്താ മേനെ ഉറക്കമെന്ന് വെച്ചാൽ ഉറക്കം തന്നെയാ. മേനെ, ഏയ് എന്തുറക്കമാണപ്പോ ഇത്? അല്ല നാരായണോ, ഇരിക്കുക ഇരിക്കുക. കൊറേ ആയല്ലോ, വിശേഷമൊന്നുമില്ലല്ലോ. എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് കഴിയുന്നു, കുടിച്ചും കുടിക്കാതെ. പണിക്കർക്ക് അസുഖമൊന്നുമില്ലല്ലോ? അസുഖേ പണിക്കർക്ക്. ഞാനിങ്ങോട്ട് പോരുമ്പോ ആനകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോണു. മൂപ്പരും കൂടും ആനയെ തേക്കാനും പിടിക്കാനും ഒക്കെ. അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേനെ? ആഹാരവും തേച്ചുകുളി എല്ലാം ഇപ്പോഴും കൃത്യമല്ലേ? അതുകൊണ്ട് എന്താ, മനസ്സ് 16 വയസ്സല്ലേ ഇപ്പോഴും? നമ്മളൊക്കെ ഒരു പ്രായ പറഞ്ഞിട്ട് എന്താ? അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പണിക്കര്? മൂപ്പരുടെ ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യക്കേടായിട്ടാ തീർന്നിരിക്കുന്നത്. അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നല്ല പറഞ്ഞത്, ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ. ആ മോളെടുത്ത് ഒന്നിങ്ങോട്ട് വന്നി. മാളുവേട്ടത്ത് ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നല്ലാതെ എനിക്കിത് വല്ലതും അവിടെ ചെന്ന് പറയാൻ ഒക്കോ? വേണമെങ്കിൽ ഞാൻ കൂടെ ഒന്ന് പണിക്കരോട് പറയാം. ഇനി ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മൂപ്പന്റെ അടുത്ത് കാലത്ത് നിങ്ങൾ ആ കുട്ടിയും കൂട്ടി പോയ വിവരം അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഇവിടെ നല്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക കക്ഷി. ഓള് മൂപ്പന്റെ അടുത്ത് പോയി, മാപ്പിളമാര് നിങ്ങൾക്ക് സപ്പോർട്ടായി, എല്ലാം അവിടെ അറിഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്ക് നിങ്ങളുടെ പൂരായ ഒന്നും കേൾക്കണ്ട. ഒരു കാര്യം ഓർത്തോളൂ, മൂപ്പം വിളിച്ചാൽ വരാൻ
ഇവിടെ 100 മാപ്പിളമാരുണ്ടെങ്കിൽ പണിക്കർ വിളിച്ചാൽ വരാൻ ഇവിടെ 100 നായന്മാരുണ്ട്. നാരായണ ഞാനത് ഇന്നലെ വരെ മാപ്പിളമാർ ഇവിടെ കയറി ചോരിക്കലുണ്ടാക്കാൻ നിന്നപ്പോ കാവല് കിടക്കാനും വെട്ടുകൊള്ളാനും 4 ഹിന്ദുക്കൾ വന്നത് ആര് പറഞ്ഞിട്ടാണെന്നാ നിങ്ങളുടെ ധാരണ? എനിക്കതറിയില്ലേ, നീ ഇതെന്താ? അതൊന്നും മറക്കാൻ പാടില്ല. ഭൂമിയോളം ക്ഷമിക്കുന്നവനാണ് അദ്ദേഹം. ഇതിപ്പോ എങ്ങനെയോ മൂപ്പർക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്, മാപ്പിളമാരുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മാളുകെട്ടത് ഇവിടെ പിടിച്ചിരിക്കാനുള്ള ഭാവമാണ്. അത് കിടക്കില്ല. ഷോ എന്റെ ഗുരുവായൂരപ്പാ, ഞാൻ പറയണതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായാലോ? അവളെ അയക്കാൻ എനിക്കെന്തിനാ മനപ്രയാസം? കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്ന കുഞ്ഞുമോളൊന്നും അല്ലല്ലോ. അവളുടെ സ്വഭാവം ശരിയല്ല നാരായണ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ. സ്വഭാവമൊക്കെ നേരെ ആയിക്കൊള്ളും. മൂപ്പം പാവമായതുകൊണ്ട് അവള് വിദ്യ കാട്ടി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ അങ്ങനെ ചോദ്യം പഠിച്ചിട്ടൊന്നുമില്ല. മൂപ്പനെ ദേഷ്യം പിടിപ്പിച്ചാലേ കാലത്തെ പെണ്ണ് തലയില്ലാതെ പുഴക്കര കിടക്കും, അറിയോ? അതും എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. എന്റെ ഈശ്വര, അതല്ല, മാളുവേട്ടത്തെയാണ് ഇതിൽ സൂത്രം കളിച്ച് പെണ്ണിനെ പറഞ്ഞു വിടാതെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ അതിനുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ അതും ഇന്ന് രാത്രി തന്നെ കക്ഷി ബോധ്യപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അതിനുള്ള പുറപ്പാടാ അവിടെ. ഓഹോ, സപ്പോർട്ടുകാരെയല്ല ഒപ്പം തന്നെ താമസിപ്പിച്ചിരിക്കുക. ഒന്ന് നിർത്തണ്ട നാരായണ. നിങ്ങൾക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ ഈ ആശ്രയത്തിന് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിക്കോളൂ. കൊല്ലുകയോ കൊല്ലാതിരിക്കയോ. നെല്ലടിയോടെ സാമർത്ഥ്യം കാട്ടുക. അല്ല, ഞാൻ പറഞ്ഞോണ്ടാ കുട്ടി. മോനോടൊന്നും ചോദിച്ചില്ല, ഇപ്പൊ ഇവിടെ ഒന്നും പറയുകയും വേണ്ട. നടക്കടി. നാരായണൻ ഇരിക്കെ. നിക്കടി അവിടെ. ഗൗരിക്കുട്ടി ചാടിപ്പോവാൻ നോക്കുകയായിരുന്നു. ആയിരുന്നെങ്കിൽ പറയുന്നു. ഈ വളപ്പിനുള്ളിൽ ഒരാൾ എന്നോട് ഇന്ന് വരെ ഒരു അക്ഷരം മറുത്ത് പറഞ്ഞിട്ടില്ല, അറിയോ നോക്ക്? നന്ദി കേട്ടവൾ. കാശ് കാണിക്കുമ്പോൾ കൈനീട്ടി വാങ്ങിയിട്ട് ഇപ്പൊ നാട്ടിലെ 2 ജാതിക്കാർ തമ്മിൽ വെട്ടും കുത്തും. ഇന്ന് അവസാനിപ്പിക്കും ഞാൻ. നാരായണ, എടാ നാരായണ, ദാ എന്താണെന്ന് വെച്ചാൽ നേരിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു അവിശ്വാസമല്ലേ? നടക്കടി. ഒൻപത് മണിക്ക് ഞാൻ കാറ് കൊണ്ടുവരും. 9:30 അദ്ദേഹം കളത്തി വരുമ്പം അവിടെ എത്തിയിരിക്കണം. എനിക്ക് അത്രേ അറിയണ്ടു. എന്റെ ശവമായിരിക്കും നിങ്ങൾ കൊണ്ടുപോണത്. അത് പണിക്കര് പറഞ്ഞാല് ഇല്ലേ, ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പോഴൊക്കെ അല്ലേ ഇത്തിരി ഡിമാൻഡ് കാട്ടാൻ ഒക്കൂ, അല്ലേ? 4 ദിവസം കഴിയുമ്പോ എന്ത് പറയും? ഞാൻ ഇറങ്ങുന്ന മാളുവേട്ടത്തി, പോയിട്ട് വരാം. വരികയോ കൊണ്ടുപോകുകയോ ഒക്കെ തന്റെ കാര്യ. അത് എങ്ങനെയാ ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തോളുക. പിന്നെ എന്നെ കുറ്റം പറയാനും നായന്മാരെ കൂട്ടാനും ഒന്നും നിന്നേക്കരുതെന്ന് പണിക്കരോട് പറഞ്ഞേക്കണം.